ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആഘോഷമാണ്. വൈകിട്ടാണ് പരിപാടി. കാലത്ത് തന്നെ ഞങ്ങൾ ഒക്കെ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കുന്ന കാരണം കാലത്ത് തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊന്നും ഏൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്, ഒരു 35 ആളോളം ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്കെന്നാൽ വീട്ടിൽ തന്നെ ചെയ്യാം, ഒരു രസമല്ലേ എല്ലാവരും കൂടി കൂട്ടണ ഒരു ദിവസം. പിന്നെ പിള്ളേർക്കൊന്നും സ്കൂളില്ല, കോളേജില്ല, ഒക്കെ അവധിയല്ലേ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പരിപാടി കേക്ക് കട്ടിങ്ങൊക്കെ വൈകിട്ടാണ്. അപ്പോൾ കാലത്ത് ചിക്കനൊക്കെ കൊണ്ടുവന്ന് പിന്നെ പൊറോട്ട ഉണ്ടാക്കണുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഒരാൾ പൊറോട്ടയ്ക്ക് മാവ് കുഴച്ച്, പിന്നെ ചിക്കൻ കറി, നെയ്ച്ചോറ്, ചിക്കൻ ചില്ലി, പിന്നെ വെജിറ്റബിൾ കറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് ഏറ്റെടുത്ത്. അപ്പോൾ അത് ഒക്കെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും അല്ലേ കൂടുള്ളൂ. നേരം വെളുത്ത ഒക്കെ ജോലിക്ക് പോകണവരും പിന്നെ വൈകിട്ടല്ലേ എല്ലാവരും വരിക. അപ്പം ഇന്നിപ്പോൾ എല്ലാവർക്കും അവധിയായ കാരണം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയാക്കിയാലേ ഇതിന് ടേസ്റ്റ് കൂടുന്നു, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഇപ്പോൾ ചില്ലിക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചാൽ വൈകിട്ടൊക്കെ ചെയ്യുള്ളൂ. ഒരു 3 മണിക്ക് ശേഷമൊക്കെയാണ് പണികൾ തുടങ്ങുള്ളൂ. ഇപ്പം തന്നെയൊക്കെ റെഡിയാക്കി മസാല പുരട്ടി വെച്ചാൽ അപ്പോഴേക്കും സെറ്റാവുമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാച്ചിട്ടാണ്. കാണാൻ തോന്നുന്നില്ല എന്താ മതി. സാധാരണ ഞങ്ങളെപ്പോഴും ന്യൂ ഇയറാണ് ആഘോഷിക്കാറ്. ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാറില്ല. പ്രാവശ്യം ന്യൂ ഇയറിന് എല്ലാവർക്കും കൂടാൻ പറ്റില്ല, ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ക്രിസ്മസിന് വെച്ചു. പിന്നെ പൊറാട്ട വീശാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വീശണം, എല്ലാവർക്കും വീശി പഠിക്കണം. കുട്ടികൾക്ക് ഒരു ഉണ്ട കൊടുത്ത് അവർ കുറച്ചാൾക്കാർ അവിടെ വീശി പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചാൾക്കാരൊക്കെ പഠിച്ച് എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു നേരം പോക്കല്ലേ, നല്ല രസത്തിൽ. ഫുള്ളൊന്നും അത് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ആകെ തിക്കും തിരക്കും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയായിട്ട് ഒച്ചി ബഹളവും പാട്ടും പറ്റണം. പൊറാട്ട ഫ്രൈ, പൊറാട്ട വീശി പഠിച്ചിട്ട് അവസാനം നാശമായതൊക്കെ ചിക്കൻ വറുത്ത എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്ത് കുറേ അങ്ങനെ നാശമായി. പഠിക്കാൻ കുട്ടികൾക്കൊക്കെ വീശി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം കറിയൊക്കെ റെഡിയായി. ഇത്രയൊക്കെ തന്നെയുള്ളൂ. രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പിള്ളേരെ പാട്ടുകൾ കേട്ടില്ല ആരും. എന്ത് പാട്ടാ പാടിയെന്നറിയാവോ? അത് വലിയ അമ്പിളിക്ക് അത് ജയ അമ്പിളിക്ക് അടുത്ത് ബാബുവാണ്. കുറച്ച് പിടിച്ചാൽ ദേശം ചുറ്റുകരക്കാരും വരം തമ്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരം എന്താ വേണ്ടത്?